എസ്കെൻ, ബി ജെ പിയെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ബി ജെ പി ഒരു വളർച്ചയുടെ ഗ്രാഫാണ് പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുള്ളത്. മിക്ക തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെ തന്നെയാണ്. അത് നേരത്തെ മുതൽ ബി ജെ പി സംസ്ഥാനത്ത് ബി ജെ പി എന്ന നിലയിൽ മത്സരിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സമീപകാലത്ത് അതിൻ്റെ ഗ്രാഫ് വളരെ കൂടിയിട്ടുമുണ്ട്. അത് സംസ്ഥാനത്ത് ആദ്യമായി നേമത്ത് 2016 ഒ രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തുന്നു. പിന്നീട് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ നിലയിലൊക്കെ അന്ന് 2024 സംസ്ഥാനത്തെ 11 മണ്ഡലങ്ങളിൽ അതിൽ 6 മണ്ഡലം തൃശ്ശൂരിലായിരുന്നു. ആ 11 മണ്ഡലങ്ങളിലാണ് ബി ജെ പി, നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി മുന്നിലെത്തിയിട്ടുള്ളത്. 9 മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാമത് എത്തിയിരുന്നു. 8 മണ്ഡലങ്ങൾ രണ്ടാമതെത്തി. പക്ഷേ എൽ ഡി എഫിനെ 3-ം സ്ഥാനത്തേക്ക് തള്ളിയിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. എൽ ഡി എഫ് 3-ം സ്ഥാനത്ത് പോയ 4 മണ്ഡലം ബി ജെ പി. പക്ഷേ ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് 3-ം സ്ഥാനത്ത് പോയ 9 നിയമസഭാ മണ്ഡലങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. വെച്ചാൽ ബി ജെ പി ആണ് അവിടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായി എമർജ് ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നോക്കുകയാണെങ്കിൽ ഹരിപ്പാട് ബി ജെ പി ആയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയത്. അവിടെ എൽ ഡി എഫ് 3-ം സ്ഥാനത്തേക്ക് പോയി. തിരുവനന്തപുരം മണ്ഡലം, കോവളം, നെയ്യാറ്റിൻകര, വർക്കല, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നിവയാണ് എൽ ഡി എഫ് 2024 3-ം സ്ഥാനത്തേക്ക് പോയ നിയമസഭാ മണ്ഡലങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ആശിക്കാനുള്ള വകയുണ്ട്. നേരത്തെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് മുഖ്യമന്ത്രിക്ക് ഓഫീസ് വരെ തുറന്നിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി. അവരന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ തുച്ഛമായ സീറ്റുണ്ടെങ്കിൽ കേരളത്തിൽ ഭരണം പിടിക്കുമെന്നായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയുള്ള അവകാശവാദം അവർ നടത്തുന്നില്ല. അവർ പക്ഷേ ഈ തൂക്ക് സഭയാവുകയാണെങ്കിൽ നിർണായകമായ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ബി ജെ പി നേതാക്കൾ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.